അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി. ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു തൻ്റെ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവം ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ദലായിലുൻ നുബുവയിലും ഒക്കെ മറ്റ് ചില മഹാന്മാരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ മഹാനവറുകളുടെ ഭരണകാലത്ത് നടന്ന ഒരു സംഭവമാണ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് പരിചയപ്പെട്ടിട്ടുണ്ടാകും. പ്രമുഖനായ സഹാബിയാണ്. ഈജിപ്തിലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് ഈജിപ്തിലെ ഗവർണറായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ, മഹാനവറുകളുടെ സഹോദരൻ ഹിഷാം ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബുഇസ്തു അന വറജുലുൻ ആഖർ മിൻ ഖുറൈശ് ഇലാ ഹിർഖല സാഹിബിർ റൂമി നദഉഹു ഇലൽ ഇസ്ലാം. എന്നെയും അതുപോലെ ഖുറൈശികളുടെ കൂട്ടത്തിൽപ്പെട്ട മറ്റൊരാൾ, ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്ത ആള് പേര് മറന്നതായിരിക്കാം, നുഐം ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മറ്റൊരു സഹാബിയാണ് എന്ന് ചിലർ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഹിഷാം ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനും എന്നെയും നുഐം ഇബ്നു അബ്ദുല്ല എന്നവരെയും റോമ ഭരണാധികാരിയായിരുന്ന അവിടുത്തെ രാജാവായിരുന്ന ഹിർഖൽ രാജാവിനെ പരിശുദ്ധ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി മഹാനായ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് നിയോഗിക്കപ്പെട്ടു. ഹിർഖൽ എന്ന് പറഞ്ഞാൽ ഒരേ രാജാവിന്റെ പേരല്ല, ഒരു തുടർച്ചയായിട്ട് വരുന്ന ഒരു രാജപരമ്പരയുടെ പേര്. റസൂലുള്ളാഹിന്റെ കാലത്തും ക്ഷണിച്ചിട്ടുണ്ട്. ഇത് ചിലപ്പോൾ മറ്റൊരു ഭരണാധികാരി ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും ഹിഷാം ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അതുപോലെ ഞങ്ങൾ നുഐം റളിയല്ലാഹു അൻഹു ഞങ്ങൾ രണ്ടാളും ഹിർഖൽ രാജാവിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പോയി. فخرجنا حتى قدمنا الغوطة يعني ഡമസ്കസ് ഗൂത്ത എന്ന് പറയുന്ന പ്രദേശം, ഡമസ്കസിൽ ഞങ്ങൾ എത്തി. അവിടെ ഹിർഖൽ രാജാവിന്റെ സഖ്യ കക്ഷിയായ, അവരുമായി കൂടിച്ചേർന്ന് സഖ്യകക്ഷിയായി ഭരണം നടത്തുന്ന ജബലത്ത് ഇബ്നുൽ ഐഹമുൽ ഖസാനി എന്ന് പറയുന്ന ഭരണാധികാരി ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഡമസ്കസിൽ വെച്ച് അദ്ദേഹത്തെയും കണ്ടുമുട്ടി. അദ്ദേഹത്തോട് സംസാരിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ പോയി. റോമ സാമ്രാജ്യത്തിന്റെ സഖ്യ രാഷ്ട്ര തലവനാണ് അദ്ദേഹം. ഞങ്ങൾ ചെന്നപ്പോൾ അദ്ദേഹം കട്ടിലിൽ ഇരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളോട് നേർക്കുനേർ സംസാരിക്കുകയില്ല, ദൂതന്മാർ മുഖേന സംസാരിക്കും. ബഹുമാനപ്പെട്ട ഹിഷാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ദൂതന്മാർ മുഖേന സംസാരിക്കുകയില്ല, നിങ്ങളോട് നേർക്കുനേരെയാണ് നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് എന്ന് പറഞ്ഞു. അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ അവര് പോയി ഇസ്ലാം, അദ്ദേഹത്തെ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ഇവര് സംസാരിക്കുന്ന സമയത്ത് ഈ ജബല എന്ന് പറയുന്ന ഭരണാധികാരി അദ്ദേഹം കറുത്ത വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഹിഷാം റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ എന്താണ് കറുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്നത്? ജബല പറഞ്ഞു, ലബിസ്തുഹാ വഹലഫ്തു അല്ലാ അൻസഅഹാ ഹത്താ ഉഖ്രിജകും മിനശ്ശാം. ഞാൻ ഈ കറുത്ത വസ്ത്രം ധരിച്ച് ഞാനൊരു കാര്യം സത്യം ചെയ്തിരിക്കുകയാണ്. നിങ്ങളെ അഥവാ മുസ്ലിങ്ങളെ ഈ ഡമസ്കസിൽ നിന്ന്, എന്റെ രാഷ്ട്രത്തിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നത് വരെ ഈ കറുത്ത വസ്ത്രം ഞാൻ ഊരി വെക്കില്ല. നിങ്ങൾ ഇവിടുന്ന് പുറത്തു പോകുന്നത് വരെ ഈ കറുത്ത വസ്ത്രം ഞാൻ ധരിക്കും. അങ്ങനെ ഞാൻ ഒരു സത്യം ചെയ്തിരിക്കുകയാണ്. അതിനു വേണ്ടിയാണ് കറുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്നത് എന്ന് ജബല ഇവരോട് പറഞ്ഞു.
ആ സമയത്ത് ഹിഷാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു ഇല്ല, ഞങ്ങൾ ഡമസ്കസും റോമൊക്കെ ഞങ്ങൾ പിടിച്ചടക്കും. വമജ്ലിസുക ഹാദാ വല്ലാഹി ലനഅഖുദന്നഹു മിൻക. നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന ഈ സ്ഥലം, നിങ്ങളുടെ കൊട്ടാരം നിലകൊള്ളുന്ന ഈ സ്ഥലം, നിങ്ങളുടെ സിംഹാസനം നിലകൊള്ളുന്ന ഈ സ്ഥലം വരെ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ മുസ്ലിങ്ങൾ പിടിച്ചടക്കും. വലനഅഖുദന്ന മുൽക്കൽ മലിക്കിൽ അഅ്ളം. ഹിർഖൽ രാജാവിന്റെ അധികാരം വരെ, അവിടെ വരെ, ആ ആധിപത്യം വരെ ഞങ്ങൾ തകർക്കും. ആ പ്രദേശം വരെ ഞങ്ങൾ പിടിച്ചടക്കും ഇൻഷാ അല്ലാഹ്. അത് ഞങ്ങൾ ചെയ്യും. നിങ്ങൾ കറുത്ത വസ്ത്രം ധരിച്ചത് കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. അഖ്ബറനാ ബിദാലിക സയ്യിദുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളോട് ഈ കാര്യം ഞങ്ങളുടെ നേതാവ്, ഞങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞതാണ്. ഡമസ്കസും റോമും ഒക്കെ ഹിർഖൽ രാജാവിന്റെയും വസ്സാൻ രാജാവിന്റെയും ഒക്കെ പ്രദേശങ്ങൾ, അവരുടെ കൊട്ടാരങ്ങളൊക്കെ പിടിച്ചടക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് ഞങ്ങൾ പിടിച്ചടക്കുമെന്ന് പറഞ്ഞു. ജബലത്ത് പറഞ്ഞു, എനിക്കറിയാം എന്റെ ഈ പ്രദേശം ഒരു വിഭാഗം വന്ന് പിടിച്ചടക്കുമെന്ന് എനിക്കറിയാം. റോമെ ഒരു വിഭാഗം പിടിച്ചടക്കുമെന്ന് എനിക്കറിയാം. അതൊക്കെ വേദ പണ്ഡിതന്മാരിൽ നിന്നും വേദഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ലസ്തും ബിഹിം, നിങ്ങളെ അവരല്ല, നിങ്ങൾക്ക് പിടിച്ചടക്കാൻ കഴിയില്ല. ഞാൻ മനസ്സിലാക്കിയ ടീം നിങ്ങളല്ല. ബൽഹും ഖൗമുൻ യസൂമൂന ബിന്നഹാരി വയഖൂമൂന ബില്ലൈൽ. എന്റെ ഈ അധികാര കേന്ദ്രങ്ങൾ, എന്റെ രാഷ്ട്രം പിടിച്ചടക്കുന്ന ആ വിഭാഗത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അവര് പകല് നോമ്പനുഷ്ഠിക്കുന്നവരും രാത്രി നിസ്കരിക്കുന്നവരുമായിരിക്കും. അതുകൊണ്ട് നിങ്ങളല്ല പിടിച്ചടക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, കൈഫ സൗമുക്കും, നിങ്ങളെ നോമ്പ് എങ്ങനെയാണ്? എല്ലാ മതങ്ങളിലും എല്ലാ ആളുകൾക്കും നോമ്പുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങളുടെ നോമ്പ് എങ്ങനെയാണ് എന്ന് ചോദിച്ചു. അവര് നോമ്പിന്റെ രൂപവും ടൈമും കാര്യങ്ങളും ഒക്കെ വിശദീകരിച്ചു കൊടുത്തു. ഇവരുടെ ഹിഷാം റളിയല്ലാഹു അൻഹു വിശദീകരണം കേട്ട് ജബലത്തിന്റെ മുഖം കറുത്തു എന്നാ പറയുന്നത്. അദ്ദേഹത്തിന്റെ സന്തോഷമൊക്കെ പോയി, മുഖം ആകെ വാടി, വളരെ അദ്ദേഹം പ്രയാസപ്പെട്ടു. കൂടുതൽ അവിടെ നിർത്താതെ, നിങ്ങൾ ഹിർഖൽ രാജാവിനെ കാണാനല്ലേ പോകുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഹിർഖൽ രാജാവിന്റെ അടുക്കലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞ് അവരെ സഹായിക്കാൻ വേണ്ടി അവർക്കൊരു വഴികാട്ടിക്കായിട്ട് ഒരു ദൂതനെ അവരുടെ കൂടെ അയച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ 3 ആളുകൾ ഹിർഖൽ രാജാവിനെ കാണാൻ വേണ്ടി ഹിർഖൽ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. രാജാവിന്റെ നഗരിയിൽ പ്രവേശിച്ചു. അപ്പോ ഈ ദൂതൻ ഞങ്ങളോട് പറഞ്ഞു, സാധാരണ ഈ നഗരിയിൽ ഇവിടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അന്യ രാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ അവരുടെ വാഹനത്തിൽ സഞ്ചരിക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ വാഹനം ഏർപ്പാട് ചെയ്ത് തരാം, മറ്റ് കുതിരകളോ കഴുതകളോ ഏർപ്പാട് ചെയ്ത് തരാം, അതിന്റെ മുകളിലായിരിക്കണം നിങ്ങളുടെ യാത്ര എന്ന് പറഞ്ഞു. ഹിഷാം പറഞ്ഞു, ഇല്ല, ഞങ്ങൾ മദീനയിൽ നിന്ന് കൊണ്ടുവന്ന് ഞങ്ങൾ ഇതുവരെ യാത്ര ചെയ്ത് ഈ വാഹനപ്പുറത്ത് മാത്രമേ ഞങ്ങൾ യാത്ര ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെ രാജാവിനെ അറിയിച്ചപ്പോൾ ഹിർഖൽ രാജാവ് പറഞ്ഞു, അവരങ്ങനെ വാശി പിടിക്കുന്നെങ്കിൽ സമ്മതിക്കൂ, അവർ വരട്ടെ. അങ്ങനെ അവരുടെ വാഹനത്തിൽ തന്നെ യാത്ര ചെയ്യും. ഹിഷാം റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം, കൂടെയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാഴ്ചയാണ്. വലിയൊരു കൊട്ടാരം, അവർക്ക് പരിചയമില്ലാത്ത സിംഹാസനം, കൊട്ടാരം, പ്രദേശങ്ങള്, അംഗരക്ഷകര്, പട്ടാളക്കാർ. ഇവിടേക്ക് കയറി ചെല്ലുമ്പോ രാജാവ് തന്റെ കൊട്ടാരത്തിന്റെ മുകളിലെ ഒരു റൂമിലിരുന്ന് ഇവരുടെ വരവ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇവർ ആ കൊട്ടാരത്തിലേക്ക് കാലുവെച്ച് എന്നിട്ട് അവിടെ വെച്ച് അവരൊരു മന്ത്രം ഉച്ചരിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. രാജാവ് ഇവരെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹിർഖൽ രാജാവ് ഇവർ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ചു. ആ സമയത്ത് അവര് രേഖപ്പെടുത്തുന്നു, അവര് പറയുന്നു, ലഖദ് ഇൻതഫളത്തിൽ ഗുർഫ. ഈ രാജാവ് താമസിക്കുന്ന ഈ രാജകീയ മുറി അത് ഒന്നാകെയൊന്ന് കുലുങ്ങി. ആ കുലുക്കത്തെ കുറിച്ച് പറയുന്നു, ഹത്താ സോറത്ത് കഅന്നഹാ അദ്ഖുൻ തസ്ബിഖുഹു റിയാഹ്. നല്ലൊരു കാറ്റടിച്ചാൽ
ഈത്തപ്പന കൊല, അല്ലെങ്കിൽ മുന്തിരിയുടെ കൊല, അല്ലെങ്കിൽ പനയുടെ കൊല, അതൊക്കെ എങ്ങനെയാണ് ഒരു കാറ്റടിച്ചാൽ ആടുന്നത് പോലെ, കുലുങ്ങുന്നത് പോലെ ഈ രാജാവിന്റെ ഈ കൊട്ടാരവും അതുപോലെ തന്നെ രാജാവ് ഇരിക്കുന്ന മുറിയും കുലുങ്ങി അത് കാറ്റ് താടാൻ തുടങ്ങി. വല്ലാത്തൊരവസ്ഥയുണ്ടായി. ഇത് കണ്ടപ്പോ രാജാവ് പറഞ്ഞു, തന്റെ ദൂതനെ പറഞ്ഞയച്ച് അവിടെയുള്ള ആളോട് പറഞ്ഞു, ആ വരുന്ന മുസ്ലിങ്ങളോട് അവരോട് പറയണം, ലൈസലക്കും അൻ തജ്ഹറു അലൈനാ ബിദീനിക്കും, നിങ്ങളുടെ മതം പരസ്യപ്പെടുത്താൻ ഇവിടെ അധികാരമില്ല, നിങ്ങൾക്ക് അവകാശമില്ല എന്ന് അവരോട് പറയണം. അവരോട് വന്നിട്ട് അവരുടെ മതത്തിന്റെ ആചാരങ്ങളോ പ്രഖ്യാപനങ്ങളോ മന്ത്രങ്ങളോ ഒന്നും നടത്താൻ പാടില്ല എന്ന് അവരോട് പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ രാജസദസ്സിലേക്ക് അവർ വന്നിട്ട് പറഞ്ഞു, അവരതനുസരിച്ചു. രാജസദസ്സിലേക്ക് അവർ കയറി അവിടെ സലാം പറയുന്നതിനെ കുറിച്ചും മറ്റുമൊക്കെ സംസാരം ഉണ്ടായി. ഇവർ പറയുകയാണ്, രാജസദസ്സിൽ നല്ല അവിടെ പുരോഹിതന്മാർ, പത്രിയാക്കീസുമാർ, ക്രൈസ്തവ പണ്ഡിതന്മാർ അവിടെയുണ്ട്. അവരെല്ലാവരും ചുവപ്പ് വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ചുറ്റും ചുവപ്പാണ്, എല്ലാ ഭാഗത്തും ചുവപ്പ് മയമാണുള്ളത്. എല്ലാവരും ചുവപ്പ് വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ഇവര് വന്നു. രാജാവ് ഇവരോട് ചോദിച്ചു, ഫമാ അഅ്ളമു കലാമിക്കും, നിങ്ങളുടെ വചനങ്ങളിൽ ഏറ്റവും പവിത്രമായ ഏറ്റവും മഹത്തായ വചനം ഏതാണ്? ഹിഷാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. നേരത്തെ കൊട്ടാരത്തിലേക്ക് കയറിയപ്പോൾ ഉച്ചരിച്ച അതേ വാക്ക് തന്നെ ഉച്ചരിച്ചു. ലഖദ് ഇൻതഫദത്തിൽ ഉർഫതു ഹത്താ റഫഅ റഅസഹു ഇലൈനാ. ആ രാജാവിന്റെ സ്വീകരണ മുറി കിടുകിട വിറക്കാൻ തുടങ്ങി. നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ ആടാൻ തുടങ്ങി. ഹത്താ റഫഅ റഅസഹു ഇലൈനാ. രാജാവ് തല ഉയർത്തി ഞങ്ങളൊന്ന് നോക്കി. എന്നിട്ട് രാജാവ് പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന വാക്ക് നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ പ്രദേശത്തൊക്കെ പറയുമ്പോ ഇതുപോലെ നിങ്ങളുടെ വീടുകൾ കുലുങ്ങാറുണ്ടോ? ഈ വാക്ക് പറയുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാറുണ്ടോ? സത്യസന്ധരായ സഹാബികൾ പറഞ്ഞു, ഇർക്കൽ, ഇല്ല, ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലൊക്കെ ഈ വാക്ക് പ്രയോഗിക്കാറുണ്ട്, പക്ഷേ ഇതുപോലത്തെ ഒരു അനുഭവം ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളും ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് പറയുമ്പോൾ ഈ കൊട്ടാരം കുലുങ്ങുന്നത് ഞങ്ങളും ആദ്യമായിട്ടാണ് കാണുന്നത്. രാജാവ് പറഞ്ഞു, എന്നാൽ ഇനി നിങ്ങൾ ആ വാക്ക് പറയണ്ട. അവരുടെ ആഗമനോദ്ദേശം ചോദിച്ചറിഞ്ഞു, സംസാരിച്ചു. ഞങ്ങൾ നിങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. ഈ രാജാവ്, ഹിർക്കൽ രാജാവും അവരോട് ചോദിച്ചു, കൈഫ സ്വലാത്തുക്കും വസൗമുക്കും, നിങ്ങളുടെ നോമ്പും നിസ്കാരവും ഒക്കെ എങ്ങനെയാണ്? നിങ്ങളുടെ നോമ്പും നിസ്കാരവും എങ്ങനെയാണ്? ഇതെങ്ങനെ നിങ്ങൾ ചെയ്യാറുള്ളത്? അവരത് വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ കുറെ സമയം സംസാരിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം രാജാവ് നല്ല ഒരു മുറി, ഒരു റൂം, എല്ലാ സൗകര്യങ്ങളുള്ള ഒരു റൂം അവർക്ക് ഒരുക്കി കൊടുത്തിട്ട് അവരെ 3 ദിവസം അവിടെ താമസിപ്പിച്ചു. ആദരിച്ച് ബഹുമാനിച്ച് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് 3 ദിവസം അവരെ അവിടെ താമസിപ്പിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ രാജാവ് ഇതുപോലെ രാജാവിന്റെ അടുക്കലേക്ക് ഹിർക്കൽ രാജാവ് തന്റെ സമീപത്തേക്ക് ഇവരെ വിളിച്ചു വരുത്തി, സഹാബികളെ വിളിച്ചു വരുത്തി. എന്നിട്ട് അവരെ അവിടെ ഇരുത്തി. അത് കഴിഞ്ഞതിന് ശേഷം രാജാവ്, ഹിർക്കൽ രാജാവ്, ഒരു വലിയ തളിക, ചതുരത്തിലുള്ള ഒരു പാത്രം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. സ്വർണം പൂശിയ ഒരു പാത്രം, ചതുരത്തിലുള്ള ഒരു പാത്രം കൊണ്ടുവന്നു. ആ പാത്രത്തെ കുറിച്ച് ഹിഷാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫീഹാ ബുയൂത്തുൻ സിഗാർ. ആ പാത്രത്തില് ചെറിയ ചെറിയ അറകൾ, ചെറിയ ചെറിയ കൂടുകൾ, ബുയൂത്ത്, ഇങ്ങനെ കൂടുകളുള്ള, അറകളുള്ള കുറെ അറകൾ എന്താണ് ആ പാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പാത്രവുമായിട്ട് അലിഹ അബ്വാബുൻ, ഈ അറകൾക്ക് വാതിലുകളുണ്ട്, അതൊക്കെ പൂട്ടി വെച്ചിരിക്കുകയാണ്. അങ്ങനെ രാജാവ് അതിൽ നിന്ന് ഒരു അറ, ഒരു കൂട്, ഫതഹ, രാജാവ് തുറന്നു. വസ്തഖറജ ഹരീറത്തൻ സൗദാ, ഒരു കറുത്ത പട്ട് രാജാവ് പുറത്തേക്ക് എടുത്തു. ഒരു കറുത്ത പട്ട് രാജാവ് പുറത്തെടുത്തു. ഫനശറഹ,
എന്നിട്ട് നമ്മളൊക്കെ സാധാരണ ചെയ്യുന്നത് പോലെ പട്ടുകൊണ്ടെന്ന് ഈ സദസ്യരായതുകൊണ്ട് കൂടുതൽ വിശദീകരിച്ചു തരേണ്ട ആവശ്യമില്ല. പട്ടത് നിവർത്തുന്നത് പോലെ ആ കറുത്ത പട്ട് അവരുടെ മുമ്പിൽ വെച്ച് നിവർത്തി. നോക്കുമ്പോ ഫീഹാ സൂറത്തുൻ ഹംറാ, അത് ഒരാളുടെ ഫോട്ടോ, അതിന്റെ ഉള്ളില് ഒരാളുടെ ഫോട്ടോയുണ്ട്. ഹംറ, ഒരു ചുവപ്പ് നിറമുള്ള ഒരാളുടെ ഫോട്ടോ. അതിന്റെ വിശേഷണങ്ങളൊക്കെ പറയുന്നുണ്ട്. സമയം ദീർഘിക്കുന്നു വിചാരിച്ചാൽ അങ്ങോട്ട് കിടക്കൽ. ആ മുടി, നെറ്റി, കണ്ണ് ഒക്കെ പറയുന്നത്. അങ്ങനെയുള്ള ഒരാളുടെ ഫോട്ടോ കാണിച്ചു തന്നിട്ട് രാജാവ് ഞങ്ങളോട് ചോദിച്ചു, അത്തഅരിഫൂന ഹാദാ, അത്തഅരിഫൂന ഹാദാ, ഈ മനുഷ്യനെ നിങ്ങൾക്കറിയോ? അവർ പറഞ്ഞില്ല, ഞങ്ങൾക്കറിയുകയില്ല. ആ സമയത്ത് ഹിർഖൽ രാജാവ് പറഞ്ഞു കൊടുത്തു, ഇത് നിങ്ങളിൽ നമ്മളൊക്കെ ഉപ്പ ആദം അലൈഹിസ്സലാം, ഇത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, നമ്മുടെ വാപ്പയാണ്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് എന്ന് പറഞ്ഞ് അത് കാണിച്ചു കൊടുത്തു. ആ പട്ട് മടക്കി അവിടെ തന്നെ വെച്ചു. സുമ്മ ഫതഹ ബാബൻ ആഖർ, അടുത്ത അറയുടെ വാതിൽ തുറന്നു. ഫസ്തഖജ മിൻ ഹരീറതൻ സൗദാ, ഒരു കറുത്ത പട്ടെടുത്തു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. ഫിഹാ സൂറത്തുൻ ബൈളാ റജുലുൻ അഹ്മറൽ ഐനൈൻ, കണ്ണൊക്കെ ചുവന്ന ഒരു വെളുത്ത ഫോട്ടോയാണ് ഇതിൽ കണ്ടത്. അതഅരിഫൂന ഹാദർ റജുൽ, രാജാവ്, ഈ മനുഷ്യനെ നിങ്ങൾക്കറിയോ? ഹിശാം ഇബ്നുൽ ആസ്, അറിയുകയില്ല. ഹാദാ നൂഹ് അലൈഹിസ്സലാം, ഇത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. വീണ്ടും അത് പൂട്ടിവെച്ചു. വേറൊരു പട്ട് തുറന്നു. നല്ല ശദീദുൽ ബയാദ്, നല്ല വെളുത്തൊരു മനുഷ്യൻ, യതബസ്സമു, ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്ന വെളുത്തൊരു മനുഷ്യന്റെ ഫോട്ടോ. രാജാവ് അതേ ചോദ്യം ആവർത്തിച്ചു. അതഅരിഫൂന ഹാദർ റജുൽ? ലാ, ഹാദാ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. സുമ്മ ഫതഹ ബാബൻ ആഖർ, വേറൊരു വാതിൽ തുറന്നു, അറയുടെ വാതിൽ തുറന്നു. ഫിഹാ സൂറത്തുൻ ബൈളാ, വെളുത്തൊരു മനുഷ്യന്റെ ഫോട്ടോ, ഒരു വെള്ള ഫോട്ടോ. ആ പട്ടിന്റെ ഉള്ളിൽ ഒരു വെളുത്ത മനുഷ്യന്റെ ഫോട്ടോ. രാജാവ് ചോദിക്കേണ്ടി വന്നില്ല. ഫിഹാ, ഹിശാം ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫിഹാ വല്ലാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഭരണം നടത്തുന്ന കാലത്ത് നടന്നൊരു സംഭവം. അതില് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫോട്ടോയാണ്. രാജാവ് എന്നാലും അവരോട് ചോദിച്ചു, അതഅരിഫൂന ഹാദാ, ഈ മനുഷ്യനെ നിങ്ങൾക്കറിയോ? ഈ ഫോട്ടോ നിങ്ങൾക്കറിയോ? ഖുൽനാ നഅം മുഹമ്മദുൻ റസൂലുള്ളാഹി വനബിയുനാ. ഇതാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ താമസിക്കുന്ന സമയത്ത് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഹിശാം ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കൂടെ ഹിജ്റ പോയ, വഫാത്താകുന്നത് വരെ ആ പരിശുദ്ധമായ മുഖം ദർശിച്ച് റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച്, റസൂലുള്ളാഹിനെ സ്നേഹിച്ച്, നബി തങ്ങളൊന്ന് കണ്ടെങ്കിൽ എന്ന് കൊതിച്ച് ഹിശാം ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതാരാണ് എന്നോ? മുഹമ്മദുൻ റസൂലുള്ളാഹി വനബിയുനാ, ഇത് ഞങ്ങളുടെ നേതാവ്, ഞങ്ങളുടെ പ്രവാചകൻ, അല്ലാഹുവിന്റെ ദൂതൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഹിശാം ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇത് കേട്ട് ആ ഫോട്ടോയുടെ മുമ്പിൽ ഹിർഖൽ രാജാവ് ഒന്ന് എഴുന്നേറ്റ് നിന്നു. മറ്റു ഫോട്ടോകൾക്കൊന്നും കാണിക്കാത്തൊരു ആദരവ് അവിടെ ഹിർഖൽ രാജാവ് കാണിച്ചു. ഒന്ന് എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അവിടെ തന്നെ ഇരുന്നിട്ട് ഹിർഖൽ രാജാവ് ഞങ്ങളോട് പറഞ്ഞു, അമാ വല്ലാഹി ഇന്നഹു ലആഖിറുൽ ബുയൂത്ത്, ഇത് ഞാൻ ഈ കൊണ്ടുവന്ന ഈ പാത്രത്തിൽ വെച്ച് കൊണ്ടുവന്ന ഈ അറകൾ നിങ്ങൾ കണ്ടില്ലേ? ഈ അറയിലെ ഏറ്റവും അവസാനത്തെ അറയായിരുന്നു. ഇത് ഏറ്റവും അവസാനത്തെ കൂടാണ്, ഏറ്റവും അവസാനത്തെ അറയാണ്. പക്ഷേ ഞാന് വലാകിന്നി അജ്ജൽതുഹു ലക്കും ലിഅൻദുറ മാ ഇൻദകും, പക്ഷെ നിങ്ങൾക്ക് അറിയോ? കാരണം ഇങ്ങനെ ഓരോന്നും കാണിച്ചു തന്ന ഇത് അവസാനം കാണിക്കുന്ന ഏതായാലും നിങ്ങള് മുഹമ്മദ് നബിയാണെന്ന് പറയല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ച് ഞാൻ മാറ്റി വെച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഴിഞ്ഞിട്ട് അടുത്തത് ഞാൻ വെച്ചതാണ്, ഇങ്ങനെ ഞാൻ ചെയ്തതാണ്. നിങ്ങൾക്ക് അറിയുമോ എന്ന് അറിയാൻ വേണ്ടി അതുകൊണ്ട് ഞാൻ വീണ്ടും ചോദിക്കുന്നു, വല്ലാഹി ഇന്നഹു ലഹുവ, അല്ലാഹു തന്നെയാണ് സത്യം. ആ ആളെന്നെയാണോ ഇത്? ആ മനുഷ്യനെന്നെയാണോ ഇത്? ഖുൽനാ നഅം, അതെ. ഫഅംസക സഅതൻ യൻദുറു ഇലൈഹാ,
ഹിർക്കൽ രാജാവ് കുറച്ച് സമയം ആ ഫോട്ടോയിലേക്ക് ഇങ്ങനെ സാഅത്തൻ കുറച്ച് സമയം ഇങ്ങനെ നോക്കിയിരുന്നു. കുറച്ച് സമയം അവിടെ പിടിച്ചു വെച്ചു. ആ ഫോട്ടോ ഇങ്ങനെ കണ്ടു. ഹബീബായ റസൂലുള്ളാഹിന്റെ ഫോട്ടോ കണ്ടു. അത് കഴിഞ്ഞ് പിന്നെയും പട്ടുകൾ എടുത്തു. മൂസാ നബി അലൈഹി ഇസ്ലാം ഉണ്ടായിരുന്നു, ഹാറൂൻ നബി അലൈഹി ഇസ്ലാം ഉണ്ടായിരുന്നു, ലൂത്ത് നബി അലൈഹി ഇസ്ലാം ഉണ്ടായിരുന്നു, ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം ഉണ്ടായിരുന്നു, യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ഉണ്ടായിരുന്നു, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ഉണ്ടായിരുന്നു. ഇസ്മായിൽ നബിയെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു. ഹാദാ ഇസ്മാഈലു ജദ്ദു നബിയിക്കും, ഇത് നിങ്ങളുടെ നബി, നിങ്ങളുടെ പ്രവാചകന്റെ വല്ലിപ്പ ഉപ്പാപ്പ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ് ഇത് എന്ന് പറഞ്ഞു കൊടുത്തു. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഉണ്ടായിരുന്നു, ദാവൂദ് നബി അലൈഹി ഇസ്ലാം ഉണ്ടായിരുന്നു, സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഉണ്ടായിരുന്നു, ഈസാ നബി അലൈഹി ഇസ്ലാം ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരെയും കാണിച്ചു. ഹിശാം ഇബ്നുൽ അസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മിൻ ഐന ലക ഹാദിഹി സ്വർ, ഈ ഫോട്ടോകളൊക്കെ ഇത്രയും വലിയ ഈ പ്രവാചകന്മാരുടെ ഈ ഫോട്ടോകളൊക്കെ നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? മാത്രമല്ല ഹിശാം പറഞ്ഞ ഈ ഫോട്ടോകളിലുള്ളതൊക്കെ ശരിയാകാൻ സാധ്യതയുണ്ട്. ഇതൊരു നല്ല യഥാർത്ഥ ഫോട്ടോ തന്നെ, വേജ ഫോട്ടോ ഒന്നല്ല. കാരണം ഞങ്ങൾക്ക് അറിയുന്നത് ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, കൂടെ ജീവിച്ച റസൂലുള്ളാഹ്, കണ്ടിട്ടും പൂതി തീരാത്ത നബി തങ്ങള്, ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച നബി തങ്ങള്. ആ റസൂലുള്ളാഹിന്റെ ഫോട്ടോ അതുപോലെ ഉണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ള ആളുകളുടെയൊക്കെ പ്രവാചകന്മാരുടെ ഫോട്ടോവും ശരി തന്നെയായിരിക്കും. അതുകൊണ്ട് ഈ ഫോട്ടോ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഹിർഖൽ രാജാവ് പറഞ്ഞു, ആദം നബി അലൈഹി ഇസ്ലാം ഭൂമിയിലേക്ക് വന്നപ്പോ തന്റെ സന്താനങ്ങളിലെ പ്രവാചകന്മാരുടെ ഫോട്ടോ കാണിച്ചു തരാൻ വേണ്ടി അള്ളാഹുവോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ആദം നബിക്ക് ആ ഫോട്ടോകൾ കൊടുത്തു. അത് കൈമാറി ദുൽഖർനൈൻ രാജാവിന്റെ അടുക്കലെത്തി. അവരിൽ നിന്ന് ദാനിയാൽ എന്ന് പറയുന്ന പ്രവാചകന്റെ കയ്യിലെത്തി. അങ്ങനെ ഇപ്പോ ഞങ്ങളുടെ കൊട്ടാരത്തിൽ ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്, ഇതങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് എന്നൊക്കെ പറഞ്ഞ് രാജാവ് അവിടെ തന്നെ എടുത്തു വെച്ചു. ഇവരെ വളരെ നല്ല രീതിയിൽ ഇവരെ യാത്രയാക്കി, സമ്മാനങ്ങളൊക്കെ കൊടുത്ത് ബഹുമാനിച്ച് ആദരിച്ച് ഇവരെ യാത്രയാക്കി. ഇവര് ചെന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിവരം പറഞ്ഞു. ഫബക്കാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഈ രംഗം കണ്ടിട്ട് കരഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു കരഞ്ഞു. ഇത് കേട്ട് കരഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു തആല പറഞ്ഞു, മിസ്കീനുൻ ലൗ അറാദല്ലാഹു ബിഹി ഖൈറൻ ലഫഅൽ. സാധു അല്ലാഹു എങ്ങാനും നന്മ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിലേക്ക് ഹിദായത്തിലേക്ക് വരുമായിരുന്നു. പക്ഷെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചില്ല. സാധു ഒരു പാവം മനുഷ്യൻ എന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. ഇത്തരം ചില സംഭവങ്ങളൊക്കെ താരീഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തന്റെ സ്വഹീഹുൽ ബുഖാരിയിലല്ല, തന്റെ താരീഖിലൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു സംഭവം, വേറൊരു സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഇസ്ലാമിക പ്രബോധനവുമായി വന്ന സമയത്ത് ജുബൈർ ബിൻ മുത്അം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖറജതു, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല അന്ന്, ഖറജതു താജിറൻ ഇല ശാം, ഞാൻ കച്ചവടം ചെയ്യാൻ വേണ്ടി ഷാമിലേക്ക് പോയി. ഫലഖീതു റജുലൻ മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലിൽ കിതാബിൽപ്പെട്ട വേദഗ്രന്ഥങ്ങളെ കുറിച്ച് അറിയുന്ന ക്രൈസ്തവർ അല്ലെങ്കിൽ ജൂതന്മാർ, ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട വേദഗ്രന്ഥങ്ങളെ കുറിച്ച് അറിയുന്ന ഒരു മനുഷ്യനെ ഞാൻ അവിടെ വെച്ച് കണ്ടുമുട്ടി. അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾ ഏത് നാട്ടുകാരനാണ്? മക്കയാണ്. ഹറമിയാണോ? ഹറമിൽ നിന്നാ, മക്കയിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹം കുടുംബം കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഹൽ തഅരിഫു ഹാദ റജുൽ അല്ലദി ളഹറ ബി മക്കത ജസ്അമു അന്നഹു നബിയുല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് വാദിച്ച് മക്കയിൽ രംഗത്ത് വന്ന ആ ആളെ നിങ്ങൾക്കറിയോ? അങ്ങനെ ഒരാൾ മക്കയിൽ വന്നിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് ചോദിച്ചു. ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അറിയോന്നോ? ഞാൻ പറഞ്ഞു, ഹുവ ഇബ്നു അമ്മി, അതെന്റെ പിതാവിന്റെ സഹോദരന്റെ മകനാണ്. കുടുംബപരമായി ഞങ്ങളുടെ പിതാവിന്റെ സഹോദരനായിട്ട് അദ്ദേഹത്തെ കാണാം. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി. ആ വീട്ടിൽ ഒരുപാട് ഫോട്ടോകൾ വെച്ചിട്ടുണ്ട് അതിന്റെ ചുമരിൽ. അദ്ദേഹം ചോദിച്ചു, ഈ ഫോട്ടോകളിൽ എവിടെയെങ്കിലും നിങ്ങൾ ഈ പറയുന്ന ആളുടെ ഫോട്ടോ ഉണ്ടോ? ജുബൈർ ബിൻ മുത്തൈം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനൊന്ന് നിരീക്ഷിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, ഇവിടൊന്നും അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇല്ല എന്ന്. ആ സമയത്ത് ആ വീട്ടിലേക്ക് മറ്റൊരു പുരോഹിതൻ കയറി വരികയാണ്. മക്കക്കാരനാണ്, ഇവിടെ നിന്ന് വരികയാണ് എന്ന് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാ എന്റെ വീട്ടിലേക്കൊന്ന് വരൂ, എന്റെ വീട്ടിലും കുറച്ച് ഫോട്ടോകളുണ്ട്, നമുക്കൊന്ന് പരിശോധിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ പ്രവേശിച്ചു. ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു പറയുകയാണ്,
ഫസാഅതൻ മാ ദഖൽതു നളർതു ഇലാ സൂറത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ആ വീട്ടിലേക്ക് കയറിയ പാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫോട്ടോ ഞാൻ കണ്ടു. അവിടെ കയറിയപ്പോൾ തന്നെ റസൂലുള്ളാഹിന്റെ ഫോട്ടോ. ഞാൻ പറഞ്ഞു, ഇതാണ് ആ മനുഷ്യന്റെ ഫോട്ടോ, നിങ്ങൾ പറയുന്ന പ്രവാചകനാണ് എന്ന് പറഞ്ഞു വാദിച്ചോന്ന്. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇത് തന്നെയാണ്. മാത്രമല്ല, റസൂലുള്ളാഹിന്റെ തോളിൽ കൈയിട്ടിട്ട് വേറൊരാൾ നിൽക്കുന്നുണ്ട്. അവര് ചോദിച്ചു, ഇത് ആരാണെന്ന് അറിയാ? ഇത് അബൂബക്കറിന്റെ സിദ്ദീഖാണ്. അബൂബക്കറാണ് റസൂലുള്ളാഹിന്റെ കൂടെ, അബൂബക്കറാണ് നിൽക്കുന്നത്. ഞാനിത് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ പ്രപഞ്ചത്തിന്റെ പ്രകാശമാണ് നമ്മുടെ വിഷയം. നമ്മളൊരു വ്യക്തിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നാം ഗാന്ധിജിയെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്, കാറൽ മാർക്സിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്, വേറെ ഏതെങ്കിലും ആളുകളെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അതൊക്കെ നമുക്ക് അവരുടെ ജനനം മുതൽ, അല്ലെങ്കിൽ അവരുടെ പിതാവ് മുതൽ, അല്ലെങ്കിൽ അവരുടെ കുടുംബം മുതൽ അവിടെ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയുകയാണ്. എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞത് വറഫഅനാ ലക ദിക്റക, വറഫഅനാ ലക ദിക്റക, തങ്ങളുടെ ദിക്ർ നാം ഉയർത്തിയിട്ടുണ്ട്. തങ്ങളുടെ ദിക്ർ നാം ഉയർത്തിയിട്ടുണ്ട് അല്ലാഹു തആല പ്രഖ്യാപിച്ചതാ. അത് ജനനം മുതലാണോ, പിതാവ് മുതലാണോ, വലിയപ്പ മുതലാണോ, കുടുംബ പാരമ്പര്യം കുറച്ച് അപ്പുറത്ത് അങ്ങോട്ട് നിന്നിട്ടാണോ? അല്ല. മറിച്ച് പ്രവാചകരുടെ ദിക്ർ അല്ലാഹു ഉയർത്തി എന്ന് പറഞ്ഞാൽ നാം വിശ്വാസികളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം 3 ലോകത്തിലാണ് സുപ്രധാനമായി നാം വിശ്വസിക്കുന്നത്. ഒന്ന് ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകം. 2 ഈ ദുനിയാവ്, മറ്റൊന്ന് മരണാനന്തരമുള്ള ജീവിതം. ഇതിലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം എത്രയോ അപ്പുറത്ത്. നേരത്തെ ഇവിടെ പരാമർശിക്കുകയുണ്ടായി മങ്കൂസ് മൗലൂദിനെ കുറിച്ച്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യുന്ന മൗലിദ് മങ്കൂസ് മൗലിദാണ്. ഞാൻ ആലോചിക്കാറുണ്ട്, വല്ലാതെ ഭാഗ്യം ചെയ്ത മൗലിദാണ് മങ്കൂസ് മൗലിദ്. എത്ര ഔലിയാക്കളാ അത് പാരായണം ചെയ്യുന്നത്, എത്ര ആരിഫീങ്ങളാണ്, എത്ര പണ്ഡിതന്മാരാണ്, എത്ര മഹത്തുക്കളാണ്, എത്ര ആശിഖീങ്ങളാണ്, മഹബത്തിന്റെ ആളുകളാണ്. എത്ര ആളുകളാ മങ്കൂസ് മൗലൂദ് നിരന്തരം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ, അവിടുത്തെ അഭിവന്യരായ ഗുരുവര്യർ, അവിടുത്തെ ഷെയ്ഖ്, അവിടുത്തെ അഭിവന്യരായ ഗുരുവര്യർ സയ്യിദ് ഷെയ്ഖ് മദാർ ഷാ ഖാദിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവിടുത്തെ ദർബാർ, ആ ദർബാറിന്റെ ഉറൂസിന് വേണ്ടി പൂനെയിലെ ഭവാനിപ്പേട്ടിലെ റോഷൻ മസ്ജിദിന്റെ സമീപത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ ദർബാറിലേക്ക് പോയ സമയം, അവിടെ ചെന്ന് അവിടെ അവരുടേതായ ചില ആചാരങ്ങളും ചടങ്ങുകളും ഒക്കെ ഉണ്ട്. ഉറുദുക്കാരുടെ, ബോംബെക്കാരുടെ, പൂനെക്കാരുടേത്. എന്നാലും ഷെയ്ഖുന പറഞ്ഞു, നമുക്ക് ഇവിടെ വെച്ച് മങ്കൂസ് മൗലൂദ്, വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലും മറ്റുമൊക്കെ മഹാനവറുകൾ പറയാറുണ്ട്, നമുക്ക് മങ്കൂസ് മൗലിദ്, ഏറ്റവും പ്രധാനപ്പെട്ട മൗലിദ്, ഒരു ഭാഗ്യം ചെയ്ത മൗലിദാണ് മങ്കൂസ് മൗലിദ്. നമ്മളൊക്കെ അങ്ങനെ പ്രവാചകരുടെ ഇഷ്ട നിറഞ്ഞു നിൽക്കുന്ന കവിത, അത് ഇക്ബാലിന്റെ കവിതയാണോ, ഉറുദുവിലെ കവിതയാണോ, അല്ലെങ്കിൽ അറബിയിലെ തന്നെ ഇതര കവിതകളാണോ? പല കവിതകളെ കുറിച്ചും ആലോചിച്ച് അതൊക്കെ പാടി പറഞ്ഞ് ഇഷ്ക് കൊള്ളുന്ന സമയത്ത് മങ്കൂസ് മൗലിദിലെ ചില വരികൾ ഇരുന്നിട്ട് ആലോചിച്ചാൽ മതി. ഞാൻ കൂടുതലിനെ കുറിച്ച് സംസാരിക്കണില്ല. بل وأشرف منه يا سيدي خير النبي أنت أم أب ما رأينا فيهم. അങ്ങനെ തുടങ്ങുന്ന മങ്കൂസ് മൗലൂദിലെ ചില വരികൾ, ഇതിനെ കുറിച്ച് ആലോചിച്ചാൽ തന്നെ വല്ലാതെ ഇഷ്ക് നിറഞ്ഞു നിൽക്കുന്ന വരികളാണ് മങ്കൂസ് മൗലിദിലുള്ളത്. ആ മൗലിദ് ആരംഭിക്കുന്നത്, അത് തുടങ്ങുന്നത് എങ്ങനെ? എല്ലാവർക്കും മങ്കൂസ് മൗലിദ് നിരന്തരമായി ഓതി പരിചയമുള്ള എന്റെ സദസ്സിലിരിക്കുന്ന ആബാലവൃദ്ധം ആളുകൾക്ക്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ പരിചയമുള്ള കാര്യമാണ് ആ മൗലിദ് എങ്ങനെ ആരംഭിക്കുന്നത്. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ قمر نبي الهدى وأوجد نوره قبل خلق العالم وسماه محمدا وأخرجه في آخر الزمان كما قدر وأبدا. ആ വാക്കുകൾ ഇങ്ങനെ കേൾക്കുമ്പോ വിശ്വാസിയുടെ മനസ്സിന് വല്ലാതെ ആനന്ദം കൊള്ളുകയാണ്. റസൂലുള്ളാഹിന്റെ ജന്മദിനം ഓർമ്മ വരികയാണ്. ആ മൗലിദ്, റസൂലുള്ളാഹിനെ കുറിച്ച് പറയുന്ന മൗലിദ്, ആ മൗലിദ് ആരംഭിക്കുന്നത് സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയുൽ ഹുദാ.
സന്മാർഗത്തിന്റെ ആ ഖമർ റബീഉൽ അവ്വൽ മാസത്തിലാണ് ഉദിച്ചത്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. റബീഉൽ അവ്വൽ നേരത്തെ മജീദ് ഉസ്താദിയോട് വിശദീകരിക്കുകയുണ്ടായി. റബീഅ് എന്ന പദം തന്നെ വസന്തം. റബീഅ് എന്തോ ഒരു കേൾക്കാൻ രസമുള്ള പദമാണ്. ആ പദം വല്ലാതെ രസമുള്ള വാക്കാണത്. റബീഅ് വസന്തം. വസന്തം ആഗ്രഹിക്കാത്തവരുണ്ടോ? വസന്തത്തെ കുറിച്ച് പറയാത്തവരുണ്ടോ? വസന്തത്തെ കുറിച്ച് പാടാത്തവരുണ്ടോ? ആ റബീഇലാണ് പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നത്. അഹ്യാ റബീഅൽ ഖൽബി ശഹറുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി. എന്താണ് ആ മങ്കൂസ് മൗലിദിന്റെ ആ വരി നിങ്ങൾ ആലോചിച്ച് നോക്കി. അഹ്യാ റബീഅൽ ഖൽബി ശഹറുൽ മൗലിദ്. റബീഉൽ അവ്വൽ വരുമ്പോൾ, റബീഉൽ അവ്വൽ കേൾക്കുമ്പോ, റബീഉൽ അവ്വലിനെ കുറിച്ച് ആലോചിക്കുമ്പോ, റസൂലുള്ളാഹിന്റെ ജന്മദിനത്തെ കുറിച്ച് പറയുമ്പോ ഒരാളുടെ മനസ്സിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ, ഓന്റെ മനസ്സിന് ഒരു വിശാലത ഉണ്ടാകുന്നില്ലെങ്കിൽ, ഓന്റെ മനസ്സിൽ അള്ളാഹിന്റെ റസൂലിനെ കുറിച്ചുള്ള ഒരു ചിന്തയും കടന്നു വരുന്നില്ലെങ്കിൽ ഓൻ ആലോചിക്കണം അവന്റെ ഈമാന്റെ കാര്യത്തിൽ. ഓന്റെ ഈമാന്റെ കാര്യത്തിൽ അവൻ ആലോചിക്കണം. റബീഉൽ അവ്വൽ അശ്റഖൽ ബദർ ത്വലഅൽ ബദർ യാ നബി സലാം അലൈക്കും. ഇതൊക്കെ കേൾക്കുമ്പോ മനസ്സിന് എന്തോ ഒരു ആനന്ദമാണ്, എന്തോ ഒരു സന്തോഷമാണ്. എന്റെ റബീഅ്, എന്റെ വസന്തകാലം, ഷഹ് മൗലൂദിന്റെ ഈ മാസം ഹൃദയത്തിന്റെ വസന്തത്തെ ജീവിപ്പിച്ചിട്ടുണ്ട്. ഷറഫുൽ അനാമിലേക്ക് കടന്ന ബിശഹരി റബീഇൻ ഖദ് ബദാ നൂറുൽ അലാ ഫയാ ഹബ്ബദാ ബദറു ബിദാക്കൽ ഹിമാജു ജലാ. ലാത്രകട്ട റബീഉൽ അവ്വൽ എന്ന് പറയുന്നത്. ആ റബീഉൽ അവ്വലിലാണ് അല്ലാഹുവിന്റെ റസൂല് പരിശുദ്ധർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് പിറന്നു വീണു. റബീഉൽ അവ്വലിനോട് ഒരു മനുഷ്യന് സ്നേഹം ഉണ്ടാകും. അത് ആരൊക്കെ എന്തെല്ലാം കാര്യങ്ങളുടെ പേരിൽ എന്തൊക്കെ പറഞ്ഞാലും ശരി, റബീഉൽ അവ്വൽ എന്റെ ഹബീബിന്റെ, നമ്മൾ സ്നേഹിച്ചൊരു വസ്തു, ആ വസ്തുവിനോട് നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥലത്തോട് സ്നേഹം ഉണ്ടാകും. വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ആ സമയത്തോട് സ്നേഹം ഉണ്ടാകും, ആ വാസനയോട് സ്നേഹം ഉണ്ടാകും. നമ്മൾക്ക് ജീവിതത്തിൽ ഓർക്കണ ഒരു സാങ്കല്പികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം ഉണ്ടെന്ന് നോക്കുക. നമ്മൾ പുതിയാപ്പിള ഇറങ്ങിയ ദിവസം, നമ്മൾ പുരട്ടിയ അത്തറ് ഓർമ്മ ഉണ്ടാവും. നാം പുരട്ടിയ അത്തറിന്റെ വാസന നമുക്ക് ഓർമ്മയുണ്ടാകും. കാലങ്ങൾക്ക് ശേഷം എത്രയോ വർഷങ്ങൾ ആ അത്തർ വാസനിക്കുമ്പോ നമ്മുടെ മനസ്സ് അങ്ങോട്ട് പോകും. അതിനേക്കാളും നല്ല അത്തറുണ്ടാകും. പക്ഷെ ആ അത്തറിനോട് സ്നേഹം, അതെന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നത്. ആ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം, ആ സ്ഥലം മദീനയെ സ്നേഹിച്ചില്ലേ മാലിക് റളിയല്ലാഹു അൻഹു ചെരുപ്പ് ധരിക്കാതെ പോയത്? ബാക്കിയുള്ളവർക്ക് ചെരുപ്പ് ധരിച്ചാണല്ലോ പോയത് എന്ന ചോദ്യത്തിന് അവിടെ പ്രശ്നമില്ല. റസൂലുള്ളാഹിനെ സ്നേഹിക്കുക, ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകമായ അതിര് നിശ്ചയിച്ച്, അതിനൊരു പ്രത്യേക പരിധി നിശ്ചയിച്ച്. നേരത്തെ പറഞ്ഞതുപോലെ അവർ ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തുവിനെ ദൈവപുത്രനായി കണ്ടതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തണ്ട, എന്നെ പ്രശംസിക്കണ്ട, എന്നെ സ്നേഹിക്കണ്ട. അതിന്റെ ഒക്കെ ഇപ്പുറത്ത് എത്രയും ആകാന്നല്ലേ. സ്നേഹം ഉണ്ടാകണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മദീന കണ്ടിട്ടൊരു മനസ്സ് പൊട്ടുന്നില്ല. അവനവന്റെ ഖൽബിനെ കുറിച്ച് ആലോചിക്കണ്ട. അവരെങ്ങനെ റസൂലുള്ളാഹിനെ സ്നേഹിച്ചത്? സഹാബികൾ എങ്ങനെ സ്നേഹിച്ചത്? ആയിഷ ബീവി വരികയാണ്. ആയിഷ ബീവി പറയുകയാണ്, ഒരാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നക ലഅഹബ്ബു ഇലയ്യ മിൻ നഫ്സി വ ഇന്നക ലഅഹബ്ബു ഇലയ്യ മിൻ വൽദി. അല്ലാഹുവിന്റെ ദൂതരെ, ഞാൻ എന്റെ ശരീരത്തെക്കാൾ എന്നെക്കാൾ ഞാൻ തങ്ങളെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ഞാൻ എന്റെ സന്താനങ്ങളെക്കാൾ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ഞാൻ വല്ലാതെ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ എന്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് നബിയെ തങ്ങളെ ഞാൻ ഓർക്കാറുണ്ട്. വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോ തങ്ങളെ കണ്ടു വന്നിട്ടുണ്ടാവുള്ളൂ, തങ്ങളൊപ്പ ജമാഅത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവുള്ളൂ. എന്നാൽ പോലും ഞാൻ എൻ്റെ വീട്ടിലെത്തിയാൽ തങ്ങളെ ഞാൻ അങ്ങനെ ആലോചിക്കും, ഞാൻ അങ്ങനെ തങ്ങളെ ഓർക്കും. അള്ളാന്റെ റസൂലേ,
എനിക്കൊരു സുഖം പൊറുതിയും കിട്ടൂല. നമ്മളെ മലപ്പുറം മലയാളത്തിൽ പറഞ്ഞാൽ അള്ളാന്റെ റസൂലെ പിന്നെയും തങ്ങളെ വന്ന് തങ്ങളെ മുഖം കണ്ടിട്ടല്ലാതെ എനിക്കൊരു സുഖവും പൊറുതിയും കിട്ടൂല നബിയെ. അസഹ്യമായ അനുഭവമാണ് തങ്ങളെ കാണാതിരിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് പിന്നെയും തങ്ങളെ കാണണം നബിയെ. പക്ഷെ ഇവിടെ വെച്ച് എനിക്ക് തങ്ങളെ കാണാൻ കഴിയും. وإذا ذكرت موتي وموتك عرفت أنك إذا دخلت الجنة رفعت مع النبيين وأني إذا دخلت الجنة خشيت أن لا أراك. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ മരിക്കും, തങ്ങളും മരിക്കും. ഞാൻ മരിക്കും, തങ്ങൾ വഫാത്താകും. അങ്ങനെ മരിച്ചാൽ ഞാനിങ്ങനെ ആലോചിക്കാം, അങ്ങ് സ്വർഗത്തിൽ കടന്നാൽ അങ്ങ് പ്രവാചകന്മാരുടെ കൂടെയായിരിക്കും. സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തായിരിക്കും അങ്ങുണ്ടാവുക. ഞാനോ സ്വർഗത്തിൽ കടന്നാൽ താഴെ ഭാഗത്തായിരിക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലെ തങ്ങളെ കാണാൻ പറ്റൂലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത പ്രയാസം തോന്നുകയാണ്. എന്താ നബി അതിന്റെ പരിഹാരം? അള്ളാഹുവിന്റെ റസൂൽ അതിന്റെ മറുപടി ഒന്നും പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാതിരുന്നു. ഒരു മറുപടി റസൂലുള്ളാഹിന്റെ കയ്യിലില്ല. കുറച്ച് കഴിഞ്ഞു, മലക്ക് ജിബ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി ഒരു ആയത്ത് ഓതി കേൾപ്പിച്ചു കൊടുത്തു. ആ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബിക്കും മറ്റു സഹാബികൾക്കും ഓതി കൊടുത്തു. മൻ യുതിഇല്ലാഹ വർ-റസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്-സിദ്ദീഖീന വശ്-ശുഹദാഇ വസ്-സാലിഹീൻ. ആരെങ്കിലും അല്ലാഹുവിനെ അനുസരിച്ചാൽ, ആരെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകനെ അനുസരിച്ചാൽ അവൻ നാളെ സുഖലോക സ്വർഗ്ഗത്തിൽ പ്രവാചകന്മാരുടെ കൂടെയായിരിക്കും. സിദ്ദീഖീങ്ങളുടെ അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയായിരിക്കും. അത് പ്രവാചകന്മാരാണ്, സിദ്ദീഖീങ്ങളാണ്, രക്തസാക്ഷികളാണ്, സ്വാലിഹീങ്ങളാണ്, സജ്ജനങ്ങളാണ്. ഇവരുടെ കൂടെ ആയിരിക്കുമെന്ന ആയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുത്തു. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാതെ ഞാൻ പറയുന്നത് അതിന് നമ്മൾക്കൊരു പ്രത്യേക മുഖം. അപ്പോൾ ആലോചിച്ച് നോക്കി, ഇത് ഈ സഹാബിക്ക് ആരെങ്കിലും പറഞ്ഞെടുത്തതുകൊണ്ടാ? ഈ സഹാബി ഇങ്ങനെ ഒറ്റയ്ക്ക് എന്നിട്ട് ആലോചിക്കാം, ഇവിടെ വെച്ച് എനിക്ക് റസൂലുള്ളാഹിനെ കാണാം. ഞാൻ മരിച്ചാ എനിക്കെങ്ങനെ റസൂലുള്ളാഹിനെ കാണാൻ കഴിയാ? ഞാൻ സ്വർഗത്ത് കടന്നാ സ്വർഗത്തിന് ഞാൻ കടക്കും. അങ്ങനെ കടന്നാൽ പോലും എനിക്ക് എങ്ങനെയാണ് എന്റെ ഹബീബിനെ കാണാൻ കഴിയുക? അതിന് പ്രത്യേകം മുഖം നിശ്ചയിക്കാൻ പറ്റില്ല. നമ്മളൊക്കെ റസൂലുള്ളാഹിന്റെ കാലത്താണ് ഉണ്ടായത് എങ്കിൽ, ആ റസൂലുള്ളാഹിന്റെ കാലത്ത് ഈ ലോകത്തോട് നാം വിട പറയുകയാണെങ്കിൽ നമ്മൾ ആലോചിക്കില്ലേ, നാം മരിച്ചാൽ എന്റെ മയ്യത്ത് അള്ളാഹിന്റെ റസൂല് വന്ന് നിസ്കരിക്കണം, എന്റെ ഖബറിന്റെ സമീപത്ത് അള്ളാഹിന്റെ റസൂൽ ഉണ്ടാവണം, എന്റെ മയ്യത്ത് അള്ളാഹിന്റെ റസൂല് കാണണം. ആ ഷറഫാക്കപ്പെട്ട പരിശുദ്ധമായ കരങ്ങളെ കൊണ്ട് എന്നെ ഒന്ന് അള്ളാഹിന്റെ റസൂല് തടവണം. നമ്മൾക്ക് ആഗ്രഹിക്കില്ലേ? നമ്മളൊക്കെ കൊതിക്കില്ലേ? അങ്ങനെ കൊതിക്കുന്നതിന് ഞാൻ കുഴപ്പം പറയില്ല. നമ്മളൊക്കെ അങ്ങനെ കൊതിക്കില്ല. നമ്മളൊക്കെ മരിക്കുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാണ് ഉസ്താദായിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഷെയ്ഖായിരിക്കണം, എൻ്റെ അഭിവന്യനായ ഗുരുവര്യരായിരിക്കണം എൻ്റെ ജനാദ നിസ്കരിക്കുന്നത്, എൻ്റെ ജനാദ നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നത്. നമ്മളൊക്കെ ആഗ്രഹമാണ്. അള്ളാഹിന്റെ റസൂലിനെ വല്ലാതെ സ്നേഹിച്ചിരുന്ന ഒരു സഹാബി ഉണ്ടായി. നബിയോട് വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് തങ്ങളെ വല്ലാതെ ഇഷ്ടമാണ് നബി. സ്നേഹം, ചില ആൾക്കാർ പറയും സ്നേഹിച്ചാ പോരെ. സ്നേഹിച്ചാ പോരാ, ആ സ്നേഹം പ്രകടിപ്പിക്കണം. ഞാൻ തങ്ങളെ ഇഷ്ടപ്പെടുന്നു. ശരിയാ, നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ? സത്യാണോ നീ പറയുന്നത്? ആ നബി തങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. അല്ലാണ്ട് റസൂൽ പറഞ്ഞു, ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കും. ആ നബി എന്ത് പറഞ്ഞാലും കേൾക്കും. ആ നബിയെ ഞാൻ കേൾക്കും. എന്നാ അല്ലാണ്ട് റസൂൽ പറഞ്ഞു, നിന്റെ പിതാവിന്റെ തലയെടുത്തിട്ട്. അദ്ദേഹം വാളെടുത്തിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്ന് ബാപ്പാന്റെ തലയെടുക്കാൻ പോയി. അള്ളാന്റെ റസൂൽ വിളിച്ചു വെച്ചിട്ട് പറഞ്ഞു, വാപ്പാന്റെ തലയൊന്നും എടുക്കണ്ട, അന്ന് ചെയ്യാൻ പാടില്ലാത്ത കാരണം എന്ത് പറഞ്ഞാലും കേൾക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്ന് പരീക്ഷിച്ചതാണ് ചെയ്യുന്നത്. അള്ളാന്റെ റസൂലിന് വല്ലാത്ത സ്നേഹ. കണ്ടുമുട്ടിയാൽ എന്ന് കണ്ടാൽ തന്നെ അള്ളാന്റെ റസൂലിനെ കാണുമ്പോ ആ ശരീരം ഇങ്ങനെ ചേർത്ത് പിടിക്കും. ഈ സഹാബി ത്വൽഹ റളിയല്ലാഹു തആല അൻഹു, ത്വൽഹ ഇബ്നുൽ ബറാ റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ റസൂലിന്റെ ഖദമൈഹി, അള്ളാഹിന്റെ റസൂലിന്റെ പരിശുദ്ധമായ പാദം ചുംബിക്കും. തങ്ങളുടെ പാദം ചുംബിക്കും. അത്രയും റസൂലുമായി ബന്ധമുള്ള, ഇഷ്കുള്ള, മഹബത്തുള്ള സഹാബിയായിരുന്നു ത്വൽഹ ഇബ്നുൽ ബറാ റളിയല്ലാഹു അൻഹു. മഹാനവർക്ക് രോഗം ബാധിച്ചു, കഠിനമായ രോഗം ബാധിച്ചു. സന്ദർശിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന സമയത്ത് അബോധാവസ്ഥയിലായി. അത്രയും രോഗം മൂർച്ഛിച്ച് ബോധമൊക്കെ നഷ്ടപ്പെട്ട് റസൂലുള്ളാഹി വന്നപ്പോ അബോധാവസ്ഥയിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗത്തെ കുറിച്ചൊക്കെ ചോദിച്ചറിഞ്ഞു. എല്ലാം പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇനി തിരിച്ചു വരുന്ന എനിക്ക് അഭിപ്രായമില്ല, ഇത് മരിക്കാനുള്ള രോഗമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇതെന്റെ ത്വൽഹയ,
എന്റെ ത്വൽഹയാണ്. ത്വൽഹ മരണപ്പെട്ടാൽ അത് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഏത് സമയത്താണെങ്കിലും എന്നെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ത്വൽഹ എങ്ങാനും മരണപ്പെട്ടാൽ എന്നെ നിങ്ങൾ ആ വിവരം അറിയിക്കണം. ഞാൻ മയ്യത്ത് നിസ്കരിച്ച് എന്നിട്ട് ഞാനുണ്ടാകും മറവ് ചെയ്യാം. എന്നെ നിങ്ങൾ ആ വിവരം അറിയിക്കണം. ഞാൻ വരും, എന്നിട്ട് മയ്യത്ത് നിസ്കരിച്ച് മറവ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അള്ളാന്റെ റസൂലും കൂടെ വന്ന സഹാബികളും പോയി. കുറച്ചു കഴിഞ്ഞു ത്വൽഹ റളിയല്ലാഹു അൻഹു ബോധം തിരിച്ചു കിട്ടി. ഇവര് അള്ളാന്റെ റസൂല് വന്ന സന്തോഷം ത്വൽഹയോട് പറഞ്ഞു. അള്ളാന്റെ റസൂല് വന്നു, സന്തോഷിച്ചു. എന്തൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വല്ലാത്തൊരു സന്തോഷകരമായ കാര്യം ത്വൽഹ, അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മരണപ്പെട്ടാൽ രാത്രിയാണെങ്കിലും ശരി പകലാണെങ്കിലും ശരി അസമയത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഏത് സമയമാണെങ്കിലും ശരി എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ റസൂല് വരത്രേ. നിങ്ങളെ മയ്യത്ത് നിസ്കരിക്കാൻ, നിങ്ങളെ മറവ് ചെയ്യാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഈ സന്തോഷം ത്വൽഹയോട് പറഞ്ഞപ്പോ ത്വൽഹ പറഞ്ഞു, ഞാൻ മരണപ്പെടുന്നത് രാത്രിയാണെങ്കിൽ നിങ്ങൾ വലാ തദ്ഉ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കലും അള്ളാന്റെ റസൂലിനെ നിങ്ങൾ വിളിക്കരുത് കേട്ടോ, അള്ളാന്റെ റസൂലിനെ നിങ്ങൾ വിവരം അറിയിക്കരുത് കേട്ടോ. നിങ്ങൾ ഒരിക്കലും റസൂലുള്ളാഹിനോട് വിവരം പറയരുത്. കാരണം അള്ളാന്റെ റസൂലെങ്ങാനും രാത്രി എന്റെ ജനാസ കാണാൻ വേണ്ടി, എന്റെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുമ്പോ വല്ല ജൂതന്മാരും അല്ലാഹുവിന്റെ റസൂലിനെ എന്തെങ്കിലും ചെയ്താലോ, അല്ലെങ്കിൽ വല്ല ഇഴജന്തുക്കളും അല്ലാഹുവിന്റെ റസൂലിനെ കടിച്ചാലോ, വല്ല ദേഹോപദ്രവം അല്ലാഹുവിന്റെ റസൂലിനെ ഏറ്റാലോ, അതുകൊണ്ട് ഞാൻ രാത്രിയാണ് മരണപ്പെടുന്നത് എങ്കിൽ ഒരിക്കലും അല്ലാഹുവിന്റെ റസൂലിനെ അറിയിക്കരുത്, എന്നെ മറവ് ചെയ്യണം എന്ന് പറഞ്ഞു. ത്വൽഹത്ത് ഇബ്നുൽ ബറാഅ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ രാത്രിയാണ് മരണപ്പെട്ടത്, രാത്രിയാണ് വഫാത്തായത്. അവര് ത്വൽഹ റളിയല്ലാഹുവിന്റെ നിർദ്ദേശം വസിയത്ത് അവർ സ്വീകരിച്ചു. അവർ അല്ലാഹുവിന്റെ റസൂലിനോട് വിവരം പറഞ്ഞില്ല. അവർ ജന്നത്തുൽ ബഖീയിൽ കൊണ്ടുപോയി മറവ് ചെയ്തു. നേരം വെളുത്തു, സുബഹി നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്താണ് നമ്മുടെ ത്വൽഹയുടെ അവസ്ഥ, എന്താണ് നമ്മുടെ ത്വൽഹയുടെ അവസ്ഥ? അവര് പറഞ്ഞു, സഹാബത്ത് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ത്വൽഹ വിട പറഞ്ഞു, ത്വൽഹ യാത്ര പറഞ്ഞു, ഞങ്ങൾ മറവ് ചെയ്തു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ ത്വൽഹ മരണപ്പെട്ടാൽ എന്നെ അറിയിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? ആ സമയത്ത് അവർ ത്വൽഹയുടെ വസിയത്ത് പറഞ്ഞു. ത്വൽഹ ഇങ്ങനെ ഞങ്ങളോട് കുടുംബത്തോട് നിർദ്ദേശിച്ചിരുന്നു, അതുകൊണ്ടാണ് നബിയെ നിങ്ങൾ അറിയിക്കാതിരുന്നത്. അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിനോട് പറഞ്ഞു, എവിടെയാണ് ത്വൽഹയുടെ ഖബർ? ജന്നത്തുൽ ബഖീൽ ത്വൽഹയുടെ ഖബറിലേക്ക് നമുക്ക് പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആ സഹാബികളും ത്വൽഹയുടെ ഖബറിൽ പോയി അണിയണിയായിട്ട് സ്വപ്പായിട്ട് നിൽക്കുകയാണ്. അവിടെ വെച്ച് അല്ലാഹുവിന്റെ റസൂല് ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ഒരു പ്രത്യേകമായ പ്രാർത്ഥന, മറ്റു സഹാബികൾക്കൊന്നും നടത്താത്തൊരു പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂല് നടത്തി കൊടുക്കുകയാണ്. എന്താണ് ആ പ്രാർത്ഥന? നീ കണ്ടുമുട്ടണം, ത്വൽഹയെ നീ സമീപിക്കണം, ത്വൽഹയെ നീ കാണുമ്പോൾ, എന്റെ ത്വൽഹയെ നീ കാണുമ്പോൾ തദ്ഹകു ഇലൈഹി, അല്ലാഹുവേ നീ ത്വൽഹയെ നോക്കിയിട്ട് ഒന്ന് ചിരിക്കണം, ഒന്ന് സന്തോഷം പ്രകടിപ്പിക്കണം, സന്തോഷത്തോടെ ചിരിച്ച് നീ എന്റെ ത്വൽഹയെ സ്വീകരിക്കണം. ആ ത്വൽഹ നിന്നെയും നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്ക. അല്ലാഹുവേ നീ ത്വൽഹയെ നോക്കിയിട്ട് ചിരിക്ക, ത്വൽഹ നിന്നെയും നോക്കിയിട്ട് ചിരിക്ക, എന്നിട്ട് നീ അങ്ങ് സ്വീകരിക്ക. അത്തരം ഉന്നതമായൊരവസ്ഥ എന്റെ ത്വൽഹക്ക് നൽകണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് ദുആ ചെയ്യുകയാണ്, അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ ത്വൽഹയുടെ സ്നേഹത്തെക്കുറിച്ച്. ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ഉദാഹരണം ഞാൻ പറഞ്ഞു വന്നത്. ഒരു സ്നേഹത്തിന് ഇത്ര എന്ന് പരിധി നിശ്ചയിക്കാൻ നമുക്കാർക്കും സാധിക്കുകയില്ല. അവർ അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയാണ് സ്നേഹിച്ചത്. ചരിത്രം ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ പുരുഷന്മാർ മാത്രമല്ല, വനിതകൾ, സഹോദരിമാർ, നമുക്കറിയുന്ന ചരിത്രമാണ്. ഒരുപക്ഷെ പ്രഭാഷണങ്ങളിൽ നാം കേട്ട ചരിത്രമായിരിക്കും. ഉഹദ് രണാങ്കണത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതില മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടു എന്ന വാർത്ത കേട്ടപ്പോൾ അതാ മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിൽ, മദീനയുടെ ഗ്രാമത്തിന്റെ പ്രദേശത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ആ വാർത്ത എത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂല് കൊല്ലപ്പെട്ടിട്ടുണ്ടത്രേ. ഉഹദ് യുദ്ധത്തിൽ അല്ലാഹുവിന്റെ റസൂല് കൊല്ലപ്പെട്ടിട്ടുണ്ടത്രേ. ഇത് കേട്ട് ഒരു അൻസാരിയായ വനിത ഓടി വരികയാണ്, രണാങ്കണത്തിലേക്ക് ഓടി വരികയാണ്. ഞാൻ കേട്ട ചരിത്രമാണ്. ആ അൻസാരി ചോദിക്കുകയാണ്, മാ ഫഅല റസൂലുള്ളാഹ്, എന്താ റസൂലുള്ളാഹിക്ക്
സംഭവിച്ചത്? എന്താണ് റസൂലുള്ളാഹി ചെയ്തത്? അവരിങ്ങനെ ആ രണാങ്കണത്തിലെ ഓരോ രക്തസാക്ഷികളുടെയും രണാങ്കണത്തിൽ കിടക്കുന്ന ഓരോ സഹാബിയെയും സമീപിച്ച് അവരിങ്ങനെ, എന്താണ് അല്ലാഹുവിന്റെ റസൂല്, എന്റെ റസൂൽ എവിടെ എന്ന് ചോദിച്ച സമയത്ത് അതാ അവർ പറയുന്നു, മൻ, ഇതാരാണ്? ഈ സഹോദരി ചോദിക്കുന്നു, ഈ കിടക്കുന്നത് ആരാണ്? ഇതാരുടെ മയ്യത്താണ്? അവർ പറഞ്ഞു, അബൂക്കി, നിന്റെ വാപ്പാന്റെ മയ്യത്താണ്. അപ്പുറത്ത് വേറൊരു ജനാസ കാണുന്നു, ഇതാരുടെ മയ്യത്താണ്? ആരുടെ ജനാസയാണ്? അത് നിന്റെ അഹൂക്കി, നിന്റെ സഹോദരനാണ്. വേറൊന്ന് കാണുന്നു, സൗജിക്ക്, അത് നിന്റെ ഭർത്താവാണ്. വേറൊന്ന് കാണുന്നു, ഇബ്നുക്കി, അതെന്റെ നിങ്ങളുടെ മകനാണ് എന്ന ആളുകൾ ഈ വനിതയോട്, അൻസാരിയായ വനിതയോട് പറയുകയാണ്. അപ്പോഴും അവർ ചോദിക്കുന്നു, മാ ഫഅല റസൂലുള്ളാഹ്, എവിടെ അല്ലാഹുവിന്റെ റസൂല്, എവിടെ അല്ലാഹുവിന്റെ റസൂല്? അവർ അല്ലാഹുവിന്റെ റസൂലിനെ എനിക്കാണ് കാണണം. അവരാ മഹദിയുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് പോയി കാണിച്ചു കൊടുക്കുകയാണ്. അമാമക്കി ഹത്താ ദഫഅത ഇലാ റസൂലില്ലാഹ്, ഇതാ നിങ്ങളെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂൽ നിൽക്കുന്നു, കണ്ടില്ലേ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂല്? അങ്ങനെ അവർ റസൂലുള്ളാഹിനെ കണ്ടു. ആ കണ്ട സമയത്ത് ആ സഹാബി പറയുകയാണ്, കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എല്ലാ മുസീബത്തും എന്റെ മകൻ പോയി വിട പറഞ്ഞു. എന്റെ മകൻ രക്തസാക്ഷിയായി, എന്റെ ഭർത്താവ് രക്തസാക്ഷിയായി, എന്റെ സഹോദരൻ രക്തസാക്ഷിയായി, എന്റെ പിതാവ് രക്തസാക്ഷിയായി. പക്ഷെ അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളുണ്ടല്ലോ നബിയെ, തങ്ങൾക്ക് ശേഷം വരുന്നുണ്ടായ തങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് എല്ലാ അപകടങ്ങളും വെറും ജലൽ, വളരെ നിസ്സാരമാണ് നബിയെ, അതൊന്നും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല നബിയെ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഹദീദത്തിലെ തന്നെ വേറൊരു രംഗം, ഒരു സഹോദരി, ഒരു സഹാബിയത്ത്, സുമൈറ ബീബി, സുമൈറ ബിൻത് ഖൈസ് എന്ന് പറയുന്ന സുമൈറ ബീബി റളിയല്ലാഹു അൻഹ, അവര് ഉഹദ് യുദ്ധത്തിൽ തന്റെ 2 മക്കൾ അവര് സജ്ജരാക്കുകയാണ്. നുഅ്മാൻ, സുലൈം എന്ന് പറയുന്ന 2 മക്കൾ അവര് സജ്ജരാക്കി. അവർ രണാങ്കണത്തിലേക്ക് പറഞ്ഞയച്ചു. യുദ്ധം നടന്നു. അവർ യുദ്ധത്തിന്റെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് ആ സമയത്ത് ആളുകൾ അവരോട് പറഞ്ഞു, നിങ്ങളുടെ 2 മക്കളും നുഅ്മാനും സുലൈമും യുദ്ധത്തിൽ മരിച്ചിട്ടുണ്ട്. ഇത് കേട്ട സമയത്ത് അവർ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 2 മക്കളെ യുദ്ധത്തിൽ രക്തസാക്ഷിയായി എന്ന് പറഞ്ഞപ്പോ സുമൈറ ബീവി പറയുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, മാ അൻഹുമാ സഅൽത മാ ഫഅല റസൂലുള്ളാഹ്. ഞാൻ നിങ്ങളോട് എന്റെ കുട്ടികളെ കുറിച്ച് ചോദിച്ചിട്ടില്ലല്ലോ, ഞാൻ നിങ്ങളോട് എന്റെ മക്കളെ കുറിച്ച് ചോദിച്ചിട്ടില്ല. എനിക്കറിയേണ്ടത് അല്ലാഹുവിന്റെ റസൂലിന് എന്താ സംഭവിച്ചത്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന് എന്താണ് സംഭവിച്ചത്? എനിക്ക് എന്റെ റസൂലിനെ കാണാൻ എന്താ സംഭവിച്ചത്? പലതും കേൾക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ അള്ളാഹിന്റെ റസൂലിനെ കാണിച്ചു കൊടുത്തപ്പോ അവർ പറഞ്ഞു, അവർ കാണിച്ചു കൊടുത്തപ്പോ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തി വെക്കുകയാണ്. അവരുടെ മുഖം പ്രകാശിച്ചു. അള്ളാഹിന്റെ റസൂൽ ഇങ്ങനെ ജീവനോടെ നിൽക്കുന്നത് കണ്ടപ്പോ വല്ലാത്ത സന്തോഷം. അവരുടെ അപകടങ്ങളൊക്കെ അവർ മറന്നു. എന്നിട്ട് അവർ പറഞ്ഞു, നേരത്തെ പറഞ്ഞതുപോലെ, കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ, അള്ളാഹുവിന്റെ റസൂലെ, തങ്ങൾക്ക് ശേഷമുള്ള എല്ലാവിധ അപകടങ്ങളും മുസീബത്തുകളും ഒക്കെ വളരെ നിസ്സാരമാണ് നബിയെ. നബിയെ, ഇതിങ്ങനാട് കഴിഞ്ഞു കിടക്കുന്ന കുറഞ്ഞ സമയം, ഈ ഒരു കുറഞ്ഞ സമയത്തല്ലേ പ്രയാസപ്പെട്ടിട്ടുള്ളത്? നമ്മൾ സാധാരണ പറയല്ലേ, ഈ സമയം കഴിഞ്ഞു കിടക്കുന്നു. ഒരു സന്തോഷം ഉണ്ടായാല്, ഒരു ദുഃഖം ഉണ്ടായാല് ഈ സമയവും കഴിഞ്ഞു കിടക്കും. സുമൈറ ബീവി പറഞ്ഞു, ഈ സമയവും കഴിഞ്ഞു കിടക്കും, എനിക്ക് പ്രയാസം, നിങ്ങളുണ്ടല്ലോ. എന്നിട്ട് അവര് തന്റെ നുഅ്മാൻ, സുലൈം എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹുമാ, അവരുടെ മയ്യിത്ത് അവരെടുത്തു. എന്നിട്ട് അവര് ചുംബിച്ചിട്ട് തന്റെ ഒട്ടകത്തിന്റെ, തന്റെ വാഹനത്തിന്റെ ബാക്കിൽ ആ 2 മയ്യിത്തുകളെയും അവിടെ വെച്ചു. ഒരു വസ്ത്രത്തിൽ പൊതിഞ്ഞ് കെട്ടിയിട്ട് തന്റെ വാഹനപ്പുറത്ത് ബാക്കിൽ ഭാഗത്ത് ഈ 2 മയ്യിത്തുകളെയും അവർ വെച്ചു. ആ മയ്യിത്തുമായിട്ട് ഇങ്ങനെ അവർ പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കാണുകയാണ്. ആയിഷ ബീവി കണ്ടപ്പോ ചോദിച്ചു, വറാഅക യാ സുമൈറ, സുമൈറ, എന്താണ് നിങ്ങളെ ബാക്കിൽ എന്താ ഉള്ളത്? എന്താ വലിയൊരു ഒരു ഭാരം, ഒരു കെട്ടൊക്കെ നിങ്ങളെ ബാക്കിൽ കാണുന്നുണ്ട്, അതെന്താ? സുമൈറ ബീവി ആയിഷ ബീവിയോട് പറഞ്ഞു, അമ്മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹുവ ബിഹംദില്ലാഹി ഖൈർ, അല്ലാഹുവിന്റെ റസൂല് അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു, നല്ല അവസ്ഥയിലാണുള്ളത്. വഅമ്മൽ മുസ്ലിമൂന ഫഖദ് ഇത്തഖദല്ലാഹു മിൻഹും ശുഹദാ, പിന്നെ മുസ്ലിങ്ങളുടെ കാര്യം, ഈ യുദ്ധത്തിൽ അല്ലാഹു തആല കുറച്ച് രക്തസാക്ഷികളെ അല്ലാഹു തആല സൃഷ്ടിച്ചു.
ഇതിങ്ങനെ വായിക്കുമ്പോൾ പലസ്തീനിലെ ചില ഉമ്മമാരുടെ മുഖങ്ങൾ ഇങ്ങനെ ഓർമ്മ വരും. മഹദി സുമൈറ ബിൻതു ഖൈസ് റളിയല്ലാഹു അൻഹയുടെ വാക്ക് കേൾക്കുമ്പോൾ അവര് പറയുകയാണ്, എന്തിനാ അള്ളാന്റെ റസൂലിനൊന്നും സംഭവിച്ചിട്ടില്ല, നമ്മളെ കൂടെ ഖൈറായിട്ട് ബിഹംദില്ലാ, സന്തോഷം നമ്മളെ കൂടെ ഉണ്ട്. പിന്നെ കുറച്ച് മുസ്ലിങ്ങൾ അല്ലാഹു തആല രക്തസാക്ഷികളാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഫിരീങ്ങൾ അല്ലാഹു തആല അവരുടെ ദേഷ്യത്തോടു കൂടി മടക്കിയിട്ടുണ്ട്. അവർക്കൊന്നും നന്മ കിട്ടിയിട്ടില്ല, അതിലൊന്നും പ്രയാസമല്ല എന്ന് പറഞ്ഞു. അപ്പൊ ആയിഷാബി വീണ്ടും ചോദിച്ചു, നിങ്ങളെ ഈ ഒട്ടകത്തിന്റെ മുകളിൽ ഇരിക്കുന്ന ആൾക്കാർ ആരാണ്? അപ്പൊ സുമൈറാവി പറഞ്ഞു, ഹുമാ വലദായ അൻ-നുഅ്മാൻ വസുലൈം, അത് നുഅ്മാനും സുലൈമുമാണ്. ഖദ് ശറഫനില്ലാഹു ബിഇസ്തിഷ്ഹാദിഹിമാ, അവർ രണ്ടുപേരെയും രക്തസാക്ഷികളാക്കിയിട്ട് അല്ലാഹു എനിക്ക് പവിത്രത നൽകി, സ്ഥാനം നൽകി. വഇന്നി ലഅർജുല്ലാഹ അൻ യുൽഹിഖനി ബിഹിമാ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവരുടെ കൂടെ ഞാൻ ഉണ്ടാകാൻ കൊതിക്കുന്നു എന്ന് മഹദി അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി. ഞാൻ ഇടയ്ക്ക് പറഞ്ഞതാ റസൂലുള്ളാഹിന്റെ മഹബ്ബത്തിനെ കുറിച്ച്. ആ മഹബ്ബത്ത് അതൊരു വല്ലാത്ത മഹബ്ബത്താണ്, അതൊരു വല്ലാത്ത സ്നേഹം. അങ്ങനെ അവർ റസൂലുള്ളാഹിനെ സ്നേഹിച്ചു. നമ്മൾ ആലോചിക്കുക, ആ റസൂലുള്ളാഹിനെ കാണാൻ നമുക്ക് കിട്ടിയില്ല. ഒരു പക്ഷേ നമ്മുടെ ഭാഗ്യമായിരിക്കും. ഞാൻ പറയും, റസൂലുള്ളാഹിന്റെ കാലത്ത് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ, ആ പുണ്യമുഖം ഞാനൊന്ന് കണ്ടിരുന്നെങ്കിൽ, നമ്മളൊരു അബൂജഹലായിരുന്നെങ്കിലോ, ഒരു അബൂലഹബായിരുന്നെങ്കിലോ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി. അങ്ങനെ ആലോചിക്കും. പക്ഷേ നമ്മുടെ മുമ്പിലേക്ക് പുണ്യ റസൂലിന്റെ ഓരോ വർഷവും പുണ്യ റസൂലിന്റെ ജന്മദിനത്തിന്റെ വസന്തത്തിന്റെ കാറ്റടിച്ചു വീശിക്കൊണ്ട് പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ ആ റബീഉൽ അവ്വൽ ഒന്ന് സന്തോഷിക്കാം. അത് വല്ലാത്ത ഭാഗ്യമാണ്, അത് വല്ലാത്ത സൗഭാഗ്യമാണ്. ആ റബീഉൽ അവ്വൽ ലോകത്ത് ഔലിയാക്കൾ സന്തോഷിച്ചില്ലേ, ആരിഫീങ്ങൾ സന്തോഷിച്ചില്ലേ, ഇമാമിയങ്ങൾ സന്തോഷിച്ചില്ലേ, മഹാന്മാർ സന്തോഷിച്ചില്ലേ? അവർക്കൊന്നും ഖുർആനും ഹദീസും തിരിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് അതിനെ കുറിച്ച് സംസാരിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കണില്ല. ആ മങ്കൂസ് ഇൻഷാ അല്ലാഹ് കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ അള്ളാന്റെ റസൂലിന്റെ ആ ഫോട്ടോനെ കുറിച്ച് പറഞ്ഞത്, അള്ളാന്റെ റസൂൽ ഇവിടെ കടന്നു വന്നപ്പോൾ ഒരു ചരിത്ര പുരുഷനായിട്ട് മാറിയതല്ല. നമ്മുടെ മങ്കൂസ് മൗലൂദിനെ എത്ര മഹബ്ബത്തുള്ള ആളുകൾ, എത്ര മുഹിബ്ബീങ്ങൾ, എത്ര ആശിഖീങ്ങൾ, പ്രവാചക പ്രേമികൾ, അത് മാത്രം ആലോചിച്ചാൽ മതി. മങ്കൂസ് മൗലൂദ് ആരുണ്ടാക്കി? എന്തിനു നാം നോക്കണം? മങ്കൂസ് മൗലൂദിന്റെ അർത്ഥം എന്താ? എന്തിനു നാം നോക്കണം? മങ്കൂസ് മൗലൂദിന് ശിർക്കുണ്ടോ? എന്തിനു നാം ആലോചിക്കണം? ഇർതകബ്തു അലൽ ഖതാ. മങ്കൂസ് മൗലൂദ് ആരൊക്കെ പാരായണം ചെയ്തിട്ടുള്ളത്? അവരൊക്കെ വലിയ വലിയ ആളുകളായിരുന്നു. ആ മൗലിദിന്റെ തുടക്കം സുബ്ഹാനല്ലദീ അത്ല ഫീ ശഹരി റബീഉൽ അവ്വൽ എന്ന് കഴിഞ്ഞിട്ട് വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം വസമ്മാഹു മുഹമ്മദ. ആ ഒരു പ്രകാശം എല്ലാം ലോകം പടക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല പ്രകാശത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. അല്ലാഹു ആ പ്രകാശത്തെ പടച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പ്രകാശത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞാൽ തീരൂല, പറഞ്ഞിട്ട് എനിക്കോട്ട് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടില്ല. എന്നാലും പറയേണ്ടത് കുറച്ച് കാര്യങ്ങൾ പറയാം. പക്ഷെ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ഒരിക്കൽ പറയാം. പക്ഷെ ആ പ്രകാശം, അള്ളാഹിന്റെ റസൂലിന്റെ ആ നൂറ്, ആ പ്രകാശം അള്ളാഹു ഇങ്ങനെ ആദം നബി അലൈഹി സ്വലാമിന് ഇട്ടുകൊടുത്തു. ഷീത്ത് നബി, നൂഹ് നബി, അതിങ്ങനെ പരിശുദ്ധമായ പരമ്പരകളിലൂടെ, അസ്ലാബിൽ മുതഹ്ഹറ, പരിശുദ്ധമായ പരമ്പരകളിലൂടെ അള്ളാഹു തആല അതിനെ സംരക്ഷിച്ചു. നേരത്തെ ഉസ്താദുമാരൊക്കെ പ്രസംഗിച്ചു, ആരാ അള്ളാഹുവിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മാന്റെ പേരെന്താ? അല്ലേ, ഉമ്മാന്റെ പേരെന്താ? ആമിന ബീവി. നമ്മൾക്കൊക്കെ നമ്മളമ്മാര് പഠിപ്പിച്ചതല്ലേ? നമ്മൾ കൊച്ചുകുട്ടിയാകുന്ന സമയത്ത്, സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത്, മനസ്സിന്റെ ഉള്ളിലേക്ക് ചില ഓർമ്മകൾ ഇങ്ങനെ കടന്നു വരുന്ന സമയത്ത് ഉമ്മാരിങ്ങനെ പറഞ്ഞു തരും, വല്യമാരിങ്ങനെ പഠിപ്പിച്ചു തരും. കുഞ്ഞുമോനെ, കുഞ്ഞുമോളെ, നബിതങ്ങളെ പേരെന്താ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ എവിടെ ജനിച്ചത്? മക്കത്ത്. എവിടെ വഫാത്തായത്? മദീനത്ത്. ആരാ അമ്മ? ആമിന ബീവി. ആരാ വാപ്പ? സയ്യിദുന അബ്ദുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മ ആമിന ബീവിയാണ്, ഉപ്പ അബ്ദുള്ള റളിയല്ലാഹു അൻഹു. നമ്മൾ ആദ്യം കണ്ടു, ഇതാ പഠിപ്പിച്ചു കൊടുക്കണ്ടേ. വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വറഖത്ത് ബിൻ നൗഫൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് യഖ്റ ബിസ്മി കോരിക്കൊടുത്ത് പനി ബാധിച്ച സമയത്ത് റസൂലുള്ളാഹിന്റെ പ്രിയതമ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ അള്ളാഹിന്റെ റസൂലിനെ കൊണ്ടുപോയത് വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന വേദപണ്ഡിതന്റെ സമീപത്തേക്കാണ്.
നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ വറഖത്ത് ബിൻ നൗഫലിന്റെ ഒരു സഹോദരി, വറഖത്ത് ബിൻ നൗഫലിന്റെ ഒരു സഹോദരി ഒരിക്കൽ റസൂലുള്ളാഹിന്റെ ഉപ്പ അബ്ദുള്ളാന്റെ പിതാവാണ് അബ്ദുൽ മുത്തലിബ്. ഈ അബ്ദുൽ മുത്തലിബിന്റെ കൂടെ അബ്ദുള്ള എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ ഉപ്പ അന്ന് വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, നല്ല ചെറുപ്പക്കാരനാണ്, സുമുഖനായ ഒരു ചെറുപ്പക്കാരനാണ്. ഉപ്പാന്റെ കൂടെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് കഅബയുടെ ചാരത്ത് ഈ വറഖത്ത് ബിൻ നൗഫൽ ഇരിക്കുന്നുണ്ട്. വറഖത്ത് ബിൻ നൗഫൽ കഅബയുടെ ചാരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ അവര് പറഞ്ഞു, അബ്ദുള്ളയോട് ചോദിച്ചു, അബ്ദുള്ള ഇന്നെ കല്യാണം കഴിക്കും, ഞാൻ എന്നെ നിങ്ങൾക്ക് സമർപ്പിക്കാണ്, എന്നെ നിങ്ങൾ വിവാഹം കഴിക്കുമോ, എന്നെ കല്യാണം കഴിക്കും, എന്നെ വിവാഹം കഴിക്കുമോ? അബ്ദുള്ള പറഞ്ഞു, പിന്നെ സംസാരിക്കുന്ന ഉപ്പാന്റെ കൂടെ, ഉപ്പാന്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ എങ്ങനെ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അബ്ദുള്ള സ്ഥലം വിട്ടുപോയി. അബ്ദുൽ മുത്തലിബ് അബ്ദുള്ളാന്റെ കയ്യും പിടിച്ച് കൊണ്ടുപോകണത് എടുക്കാം, ആമിന ബീബിയുടെ വീട്ടിലേക്കാ, വഹബ് ബിൻ അബ്ദു മനാഫിന്റെ വീട്ടിലേക്കാ. അവിടെ പോയി ആമിന ബീബിയെ കാണിച്ചു കൊടുത്തു, കല്യാണം ഉറപ്പിച്ചു, വിവാഹം ചെയ്തു കൊടുത്തു. കല്യാണമൊക്കെ കഴിഞ്ഞു. അന്ന് രാത്രി തന്നെ അവര് വീട്ടിൽ കൂടി എല്ലാം നടന്ന് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേന്നോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമൊക്കെ ആയിട്ട് പിന്നെ അബ്ദുള്ള അങ്ങനെ ആ സഹോദരിയുടെ വറഖത്ത് ബിൻ നൗഫലിന്റെ ഈ സഹോദരിയുടെ സമീപത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. അന്ന് പിന്നാലെ കൂടി ഈ സഹോദരി ചോദിച്ചു, എന്നെ ഒന്ന് കല്യാണം കഴിക്കും, ഞങ്ങളെ ഭാര്യയാകാം, എന്റെ ഭർത്താവ് നിങ്ങളാകും. ആ പെണ്ണ് പിറ്റേന്ന് അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് അതിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോ ഈ വറഖത്ത് ബിൻ നൗഫലിന്റെ സഹോദരി മെയിൻ തന്നെ ചെയ്യണം, നോക്കുന്നില്ല, സംസാരിക്കുന്നില്ല, ഒന്നും ചോദിക്കണം. അപ്പൊ അബ്ദുള്ള ചോദിച്ചു, അല്ല ഇന്നലല്ലേ ചോദിച്ചത്, ഇന്ന കല്യാണം കഴിക്കോ, ഇന്നെ വിവാഹം ചെയ്യുന്നൊക്കെ ചോദിച്ചില്ലേ, എന്താ ഇപ്പൊ ഒന്നും ഉണ്ടാത്തത്, ഇന്ന വേണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഈ സഹോദരി പറഞ്ഞു, ഫാറഖക നൂറുല്ലദീ കാന മഅക ബിൽ അംസ്, അന്ന് നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന നൂറ് പോയി. ആരെ സഹോദരിയാ? വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന വേദപണ്ഡിതന്റെ സഹോദരിയാ. അവർക്കറിയാമായിരുന്നു ആരെ വയറ്റിലാണ്, ആരെ മുതുകിലാണ് ഈ നൂറുള്ളത് എന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് അന്നലെ ആ നൂറ് നോക്കിയിട്ടാ ഞാൻ എന്നെ കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചത്. എന്നാൽ എനിക്ക് അവസാനം വരുന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാവാകാമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ ഇന്ന് നൂറ് പോയിട്ടുണ്ട്, നിങ്ങൾ വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു, ആ നൂറ് അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്ന് ഈ അബ്ദുള്ളയോട് വറഖത്ത് ബിൻ നൗഫൽ സഹോദരി പറഞ്ഞുവെന്നാണ്. ഫാറഖക നൂറുല്ലദീ കാന മഅക ബിൽ അംസ്, ആ ഒരു പ്രകാശം, ആ പ്രകാശത്തെ കുറിച്ചാണ് മങ്കൂസ് മൗലൂദിൽ പറയുന്നത്. സർവ്വലോകങ്ങൾക്ക് മുമ്പ്, സർവ്വചരാചരങ്ങൾക്ക് മുമ്പ്, എല്ലാം പടക്കുന്നതിന്റെ മുമ്പ് അല്ലാഹു തആല പടച്ചത് ഈ പ്രപഞ്ചത്തിന്റെ തിളങ്ങുന്ന, വിളങ്ങുന്ന, ജ്വലിച്ചു നിൽക്കുന്ന ഒട്ടനേകം പ്രവാചകന്മാർക്കും ആരിഫീങ്ങൾക്കും ഔലിയാക്കൾക്കും പ്രകാശം പകർന്നു കൊടുത്ത് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദുൻ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ നൂറായിരുന്നു, പരിശുദ്ധമായ റൂഹായിരുന്നു. ഉസ്താദ് തന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ അഭിവന്യരായ ഗുരുവര്യർ, നമ്മുടെ അഭിവന്യരായ നായകൻ, ആത്മീയതയിലേക്ക് നമുക്ക് വെളിച്ചം നൽകുന്ന നമ്മുടെ അഭിവന്യരായ ഗുരുവര്യർ, ജ്വലിച്ചു നിൽക്കുന്ന ഗുരുവര്യർ, ബഗ്ദാദിന്റെ രാജകുമാരൻ, غوث الثقلين قطب الكونين غوث العظم الشيخ السيد الدين عبد القادر الجيلاني قدس الله سره اللذيذ മഹാനവറുകൾ പറഞ്ഞൊരു വാക്ക്, فلما خلق الله تعالى نور محمد صلى الله عليه وسلم من نور جماله. അല്ലാഹു തആല റസൂലുള്ളാഹിന്റെ റൂഹിനെ അല്ലാഹു തആല സൃഷ്ടിച്ചപ്പോൾ അള്ളാഹുവിന്റെ ജമാലിന്റെ നൂറിൽ നിന്നാണ് അള്ളാഹിന്റെ റസൂലിന്റെ റൂഹിനെ അല്ലാഹു തആല സൃഷ്ടിച്ചത്. അള്ളാഹുവിന്റെ ജമാലിന്റെ നൂറിൽ നിന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൂഹിനെ അല്ലാഹു തആല സൃഷ്ടിച്ചത്. ഔസുല്ലാഹു ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പറയാണ്, കമാ ഖാല അല്ലാഹു തആല ഫിൽ ഹദീസിൽ ഖുദ്സി, ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു തആല പറഞ്ഞതുപോലെ ഖലഖ്തു മുഹമ്മദൻ അവ്വലൻ മിൻ നൂരി വജ്ഹി, എൻ്റെ മുഖത്തിന്റെ, എൻ്റെ വജ്ഹിന്റെ നൂറിൽ നിന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിച്ചത്.
റസൂലുള്ളാഹി പറയാണ് അവ്വലു മാ ഖലഖല്ലാഹു റൂഹി വഅവ്വലു മാ ഖലഖല്ലാഹു നൂരി വഅവ്വലു മാ ഖലഖല്ലാഹു ഖലം വഅവ്വലു മാ ഖലഖല്ലാഹു അഖൽ. ഇങ്ങനെയൊക്കെ ഹദീസിലുണ്ട്. ഇതൊക്കെ പറഞ്ഞാലും അതൊക്കെ ഒന്ന് തന്നെയാണ്. അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ്യ, അതൊക്കെ ഹഖീഖത്തുൽ മുഹമ്മദിയ്യയാണ്. എല്ലാം ഒന്ന് തന്നെയാണ്. ഫർറൂഹുൽ മുഹമ്മദിയ്യു ഖുലാസത്തുൽ അക്വാൻ, പ്രപഞ്ചങ്ങളുടെ പ്രകാശമാണ്, പ്രപഞ്ചങ്ങളുടെ ആകത്തുക എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഈ ഹഖീഖത്തുൽ മുഹമ്മദിയയിലേക്കുള്ള, അതാണ് നമ്മുടെ വത്തന്, അതാണ് നമ്മുടെ അസ്ല്, അതാണ് നമ്മുടെ തറവാട്. ഞാൻ ഓർത്തു പോകുന്നു ബഹുമാനപ്പെട്ട ശൈഖുനാ വളവറ ഉസ്താദ് ആ അസ്ലിലേക്ക് ഇങ്ങനെ നമ്മൾ മടങ്ങിപ്പോകുന്നതിനെ കുറിച്ച് സിറുൽ അസ്റാർ വെച്ച് ഒരു ജീലാനി സമ്മേളനത്തിൽ ക്ലാസ് എടുത്തിരുന്നു. ഹഖീഖത്തുൽ മുഹമ്മദിയ എന്ന് പറയുന്ന ആ പരിശുദ്ധമായ അസ്ലിലേക്കുള്ള തിരിച്ചുപോക്ക്, അതാണ് സഹോദര ത്വരീഖത്ത്, അതാണ് പരിശുദ്ധമായ ദിക്ർ, അതാണ് സിൽസില എന്ന് പറയുന്നത്. ആ റൂഹോട് ചേർന്ന് നിൽക്കാൻ, ആ ആത്മാവിനോട് ചേർന്ന് നിൽക്കാൻ, ആ ദിക്റിനോട് ചേർന്ന് നിൽക്കാൻ, ആ പ്രകാശത്തോട് ചേർന്ന് നിൽക്കാൻ. മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ ലിഅൻഫുസിനാ മുഹമ്മദുൻ ദിക്റുഹു ഫർളുൻ അലൽ ഉമമി. അല്ലാഹു തആല ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹുവിനെ അനുഗ്രഹിക്കുമാറാകട്ടെ, റഹ്മത്ത് ചെയ്യട്ടെ. മഹാനവരുടെ വാക്ക് അതാണ്. ആത്മാക്കൾക്കൊരു ദിക്റുണ്ടെങ്കിൽ ആത്മാക്കളുടെ ദിക്ർ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്ന ദിക്റാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇരുന്നത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.